എപ്പോഴും നിങ്ങളെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ നിർബന്ധം കാണിക്കുന്ന ഒരാളുമായി നിങ്ങളൊരിക്കലും തർക്കിക്കരുത്. കാരണം അത്തരം തർക്കങ്ങളും ചർച്ചകളുമൊക്കെ നിരാശയിലേക്കും ഊർജ്ജ നഷ്ടത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ തീരെ അംഗീകരിക്കാതെ സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിയാത്മകമായ ഒരു ചർച്ചക്കോ സംവാദത്തിനോ കഴിയുകയില്ല എന്ന് മാത്രമല്ല, സത്യാന്വേഷണത്തിനുള്ള ഒരു മാനസികാവസ്ഥയും ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ഒരു സ്വയം സമർത്ഥന വേദികളായി മാറുക എന്നതിലപ്പുറം പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. യഥാർത്ഥ ചർച്ചയും സംസാരവും ആശയവിനിമയവും ഒക്കെ അവിടെ പരസ്പര ബഹുമാനം നിലനിൽക്കണം. ആശയവിനിമയം നടത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും ഉണ്ടായിരിക്കണം. അപ്പോഴാണത് ഒരു യഥാർത്ഥ ചർച്ചയായി മാറുന്നത്. മാത്രമല്ല, അത്തരം ചർച്ചകളിൽ ഒരിക്കലും ആധിപത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ, അതല്ലെങ്കിൽ മേധാവിത്വം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം.